ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് മാക്രോണിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ മാക്രോണി കഴുകിയിട്ട് ഇത് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ കുറച്ച് സവോളയും ക്യാബേജും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ സവോള, ക്യാബേജ്, നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു പട്ട ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ ലേശം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ലീഫ്, മറ്റേ പട്ടയുടെ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഇതിൽ വെജിറ്റബിൾസിലൊക്കെ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കുകയാണ്. പാസ്ത വെന്ത് കഴിഞ്ഞിട്ട് ഊറ്റി വെച്ചതാട്ടോ. ഇനി നമ്മൾ സോസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. സോസ് ഉണ്ടാക്കാൻ ബട്ടറിലോ അല്ലെങ്കിൽ കുറച്ച് ഓയിലിൽ മൈദപ്പൊടി ഒരു 1.5 സ്പൂൺ മതി. ഞാനിത് കുറച്ച് കൂടുതലായിപ്പോയി, ഇത്ര വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ മിക്സായി കിട്ടണം. നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ടയില്ലാതെ മിക്സായി കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് പാല്, ഒരു 300 ml പാല് ചേർക്കുക. അതിലിത് വിസ്ക് ഉപയോഗിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാക്രോണിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തള വരണം. ഇപ്പോൾ ഇങ്ങനെ തിളച്ച് സൈഡിൽ കൂടെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.